കോഴിക്കോട് മാമി തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ ഡ്രൈവർ രജിത് കുമാർ നൽകിയ പരാതി തള്ളി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് നൽകിയ പരാതിയാണ് തള്ളിയത്. അന്വേഷണ സംഘം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് കാണിച്ച് പരാതി നൽകിയത്. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയായിരുന്നു ഈ പരാതി. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മാമി തിരോധാന കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ നൽകിയ പരാതി തള്ളുന്നത്. കൂടുതൽ വിവരങ്ങൾ. മാമി തിരോധാന കേസിലാണ് അന്വേഷണ സംഘത്തിനെതിരെ നൽകുന്ന പരാതി ഇപ്പോൾ കംപ്ലൈന്റ് അതോറിറ്റി തള്ളുന്നത്. ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിവരങ്ങൾ. ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഈ ഇൻസ്പെക്ടർമാരായിട്ടുള്ള PK ജിജീഷ്, ASA ആയിട്ടുള്ള MV ശ്രീകാന്ത് എന്നിവർക്കെതിരെ രജിത് കുമാർ പരാതി നൽകിയിരുന്നത്. ADGPയുടെ നേതൃത്വത്തിൽ ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇൻസ്പെക്ടറായിട്ടുള്ള PK ജിജീഷും ASI MV ശ്രീകാന്തും. ഇവർ നിരന്തരമായിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ആരോപിച്ചിട്ടായിരുന്നു ഈ രജിത് കുമാർ പരാതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ 3 തവണ സിറ്റിംഗ് നടത്തുകയും ഈ സിറ്റിംഗ് നടത്തിയ സമയത്ത് ഈ രജിത് കുമാറിന് ഹാജരാവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെയുള്ള ഈ പരാതി പിൻവലിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 സിറ്റിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായത്. 3 സിറ്റിംഗിന് രജിത് കുമാറിന് ഹാജരാവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ മാമി തിരോധാന കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘവും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്തും ക്രൈംബ്രാഞ്ചിനെതിരെ രജിത് കുമാർ സമാനമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് ഇദ്ദേഹം നാടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഗുരുവായൂരിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നൽകിയ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രജിത് കുമാറെ വിളിപ്പിച്ചെങ്കിലും ഹാജരാവാത്തതിനെ തുടർന്ന് ആ പരാതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.